ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ചോക്ലേറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഈ ചോക്ലേറ്റ്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് മെഷർമെൻറ്റ് കപ്പോ അളവുകളോ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന കോമ്പൗണ്ട് ചോക്ലേറ്റ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ ചോക്ലേറ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് അളവോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് എത്രയാണ് ആവശ്യമുള്ളത് വെച്ചാൽ അതിനനുസരിച്ച് ചേർക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാനൊരു ടീസ്പൂണും ബട്ടർ ചേർത്ത് കൊടുക്കണം കേട്ടോ. അത് നമ്മൾ ചോക്ലേറ്റ് നല്ലൊരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മളിത് ഒന്നെങ്കിൽ ഡബിൾ ബോയിലിങ് ചെയ്യുക, അല്ലെങ്കിൽ ഓവനിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് കട്ടകളൊന്നും ഇല്ലാതെ നല്ലതുപോലെ ഒന്ന് മെൽറ്റാക്കി എടുക്കണം കേട്ടോ. അപ്പോഴേ നമുക്ക് നമ്മൾ വിചാരിച്ച അതേ ഷേപ്പിലൊക്കെ നമുക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്, കട്ടകളൊന്നും ഇല്ലാതെ തന്നെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് എന്താ ചെയ്യേണ്ടത്, ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി കൊടുക്കുക. ഇപ്പം ഞാനിതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് ഏത് ചോക്ലേറ്റിൻ്റെ മുകളിലേക്കാണ് ഒഴിച്ച് കൊടുക്കുന്നത്, അപ്പോൾ നമുക്ക് അതിലേക്ക് പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആക്കി കൊടുക്കാൻ പറ്റും. പിന്നെ സൈഡിലൊന്നും ആകാതെ തന്നെ നമുക്ക് നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെയുള്ള മോഡുകളിലൊക്കെ ആക്കിയിട്ടാണ് എടുക്കാറുള്ളത്. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് ഡിപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഞാൻ ഈ കേക്കുമ്മൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ചോക്ലേറ്റൊക്കെ ഉണ്ടാക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഇത് പിന്നെ മക്കൾക്ക് വേണ്ടിയിട്ടും പിന്നെ എനിക്കൊരു കേക്കുമ്പോൾ കുറച്ച് ഡെക്കറേഷൻ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുമാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതുപോലെ മോൾഡ് എടുക്കുക, അതിലേക്ക് ഇതുപോലെ പൈപ്പിംഗ് ബാഗിൽ നിന്ന് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആക്കിയതിന് ശേഷം അപ്പോൾ തന്നെ നമ്മളതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് പോകും. അപ്പോൾ ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എയർ ബബിൾസൊക്കെ പോയിട്ട് നന്നായിട്ടൊന്ന് വൃത്തിക്ക് കിട്ടും. ഇനി നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ നട്ട്സൊക്കെ ഇട്ട് കൊടുക്കണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇടയിലൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് നട്ട്സൊന്നും ഞാൻ ചേർത്തിട്ടില്ല, ഞാൻ ഇങ്ങനെ തന്നെ ചെയ്തിട്ടൊക്കെയാണ്. പക്ഷേ നമ്മൾ ഇതുപോലെ ചെയ്തിട്ട് തന്നെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ചോക്ലേറ്റ്. ഇപ്പോൾ നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ചോക്ലേറ്റ് നമ്മൾ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ മിൽക്ക് ചോക്ലേറ്റ് വെച്ചിട്ടോ വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ടൊക്കെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഈ ഒരു ബാർ മൊത്തം ഞാൻ അങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്മൈലിൻ്റെ ഷേപ്പിലുള്ള ഒരു ചോക്ലേറ്റിൻ്റെ മോൾഡാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിലേക്കും കുറച്ച് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് രണ്ട് കളറിൽ വെച്ചിട്ട് ചെയ്യാം. പകുതി ചോക്ലേറ്റ് പകുതി വൈറ്റ് ചോക്ലേറ്റൊക്കെ ആക്കിയിട്ടൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെയൊക്കെ വെച്ച് ചെയ്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പിന്നെ നമ്മൾ നട്ട്സൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു ഇത്തിരി ബട്ടർ എടുത്തിട്ട് അതിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ നട്ട്സ്. ഇപ്പോൾ നമുക്ക് എത്ര കാലം വേണമെങ്കിലും അത് സൂക്ഷിച്ച് വെക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കി എടുക്കുകയാണ്. ഞാൻ കേക്ക് മക്കലെ ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് ഓവർനൈറ്റ് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇതിലേക്ക് തണുപ്പൊന്നും ചെയ്യില്ല, പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് കിട്ടും. നമുക്ക് പൊതിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് സെയിൽ ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. അങ്ങനെ ആഗ്രഹമുള്ളവർക്കൊക്കെ അങ്ങനെ ചെയ്യാം. നമ്മൾ പൊതിഞ്ഞിട്ട് നല്ല ഒരു ഡപ്പിയിലൊക്കെ ആക്കിയിട്ട് വെക്കുകയാണെങ്കിലും നമുക്ക് തന്നെ കുറേ കാലം അത് സൂക്ഷിച്ച് വെക്കാം കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ പുറത്ത് വെക്കാൻ പറ്റില്ല, ഫ്രിഡ്ജിൽ തന്നെ വെക്കുന്നുണ്ട്. കാരണം അതിന് ചെറിയൊരു നനവ് വരും. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, അതായത് പുറത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അതല്ല ഫ്രിഡ്ജിൽ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ സെറ്റാക്കി എടുത്തിട്ട് നമുക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിന് മെഷർമെൻറ്റിൻ്റെ അളവോ കാര്യങ്ങളോ ഒക്കെ ഒന്നിൻ്റെ ആവശ്യമില്ല. ഇതുപോലെ കോമ്പൗണ്ട് വാങ്ങിയിട്ട് നമുക്ക് ചെയ്താൽ മതി. നമുക്കിപ്പോൾ ഒരു കോമ്പൗണ്ടിന് 100 രൂപയാണെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഇഷ്ടം പോലെ ചോക്ലേറ്റ് ഉണ്ടാക്കാം കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമുക്ക് മക്കൾക്ക് കൊടുക്കാം. അപ്പം ഞാൻ ചോക്ലേറ്റ് ഉണ്ടാക്കാൻ നിൽക്കുമ്പോൾ തന്നെ എൻ്റെ ഒപ്പം ഒരാളും കൂടി കൂടിട്ടോ, എൻ്റെ അച്ചൂസ്. അവൻ ചോക്ലേറ്റ് എന്ന് വെച്ചാൽ അത്ര ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇത് നമുക്ക് ഇതിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പെട്ടെന്ന് തന്നെ കഴിയും കേട്ടോ. നമ്മളൊന്ന് വെറുതെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, പുറത്തേക്ക് വരും കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. നല്ല ഭംഗിയാണ് കാണാൻ. നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിലൊക്കെ നമുക്ക് ചോക്ലേറ്റ് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഇങ്ങനെ കേക്കൊക്കെ സെയിൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ചോക്ലേറ്റിൻ്റെ കേക്കോ ഒക്കെ ചെയ്യുമ്പോഴൊക്കെ അതുമൊക്കെ വെക്കാനൊക്കെ ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഇപ്പം എനിക്കൊരു ചോക്ലേറ്റിൻ്റെ കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു, അതുമൊക്കെ വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഞാൻ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ബാക്കി മക്കൾക്ക് കഴിക്കാനും കൊടുത്തേക്കാണ് കേട്ടോ.
ഇത് സ്മൈലിൻ്റെ ഷേപ്പിലുള്ളതാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാൻ. അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് മിൽക്ക് ചോക്ലേറ്റൊക്കെ വെച്ചിട്ട് ചെയ്യണമെങ്കിൽ ഒന്നും കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ വൈറ്റും ഡാർക്കൊക്കെ വെച്ചിട്ട് സെപ്പറേറ്റ് ആയിട്ടും നമുക്ക് നമ്മളെ ഐഡിയക്ക് അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് സ്ക്വയർ ടൈപ്പിലുള്ളതൊന്ന് നോക്കാം. ഇതാ കണ്ടോ, കാണാൻ എന്തോ ഒരു ഭംഗിയുണ്ട്. അപ്പം എൻ്റെ അച്ചൂസ് അതിൻ്റെ ഇടയിൽ വാങ്ങി കൊണ്ടുപോയി കേട്ടോ. അവനിതിങ്ങനെ എടുക്കണത് കണ്ടിട്ടേ ഇപ്പോൾ വാങ്ങി കൊണ്ടുപോയി അവനൊന്ന് എടുത്തിട്ട് അവന് കഴിച്ചു കേട്ടോ. കുട്ടികൾക്ക് ഇങ്ങനെ വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കൂടുതൽ ടൈമിൻ്റെ ആവശ്യമൊന്നുമില്ല, വെറും ഒരു 5 മിനിറ്റ് മതി. അപ്പോൾ 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ചോക്ലേറ്റ് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറേ ടൈം വെക്കരുത് കേട്ടോ. മിനിമം പോയാലും ഒരു 3 മിനിറ്റ്, ആ ടൈം കൂടെ തന്നെ ഇത് സെറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ തന്നെ നമ്മൾ പുറത്തെടുക്കണം, ഇല്ലെങ്കിൽ നമുക്ക് നല്ല നനവായിട്ട് വരും. പിന്നെ ഒന്ന് നല്ല നനവ് തോന്നുകയാണെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുക, ഇല്ലെങ്കിൽ പുറത്ത് വെച്ചാൽ തന്നെ അത് ഡ്രൈ ആയി പോയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഞാൻ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ഞാൻ വരുന്നതാണ്. അതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.